നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള ഒരു ഡോക്ടർ ആവുക, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുക എന്നുള്ളൊരു സ്വപ്നം 2 വർഷം കഴിഞ്ഞ് നടന്നാൽ, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നടന്നാൽ, ഇപ്പം നിങ്ങളത് വേണ്ട, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പോഴേ ഈവൻ ട്രൈ ചെയ്ത് പോലും നോക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ അടുത്ത് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹമല്ലേ. പിന്നെ എനിക്കെന്തോ ഇതാണ് എൻ്റെ വഴി, എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ, എനിക്ക് ഡോക്ടർ ആയേ മതിയാവുള്ളൂ എന്ന് ഞാനൊരു ഫൈനൽ ഡിസിഷൻ അങ്ങ് എടുത്തു. ഹലോ മക്കളെ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവരുടെ അടുത്താണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് സംസാരിക്കാനുള്ളത്. +2 കഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മളെ ലൈഫിലുള്ള ഒരു വലിയൊരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഇനി എന്ത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകണോ, അതോ വേറെ എന്തെങ്കിലും ഡിഗ്രി എടുത്ത് പോകണോ, അതോ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സസ് ലൈക്ക് എൻജിനീയറിങ് അല്ലെങ്കിൽ LLB അതുപോലത്തെ കോഴ്സസ് ഒക്കെ എടുത്ത് പോകണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടാവില്ലേ. ഞാനും ഒരു 2 വർഷം മുന്നേ ഇതേ ഒരു ഫേസിലൂടെ കടന്നു പോയിരുന്നു. എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആ ഒരു നീറ്റ് എക്സാം എഴുതി വിൻ ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റിയും കപ്പാസിറ്റിയൊക്കെ എനിക്കുണ്ടോ, എനിക്ക് പഠിക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അതേ ഒരു ഫേസിലൂടെ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് ഇരിക്കണ, എസ്പെഷ്യലി സയൻസ് എടുത്ത് കഴിഞ്ഞിരിക്കണ ഒരു 50% കുട്ടികളും കടന്നു പോകുന്നുണ്ടെന്നറിയാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ എന്തിനാ ആ ഒരു ആഗ്രഹത്തിന് എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള സെൽഫ് ഡൗട്ട്സ് കാരണം നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് എന്തിനാ ഇല്ലാണ്ടാക്കി കളയുന്നത്. അതായത് ആക്ച്വലി നിങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 1-2 വർഷം ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യാൻ പോകുന്ന കാര്യമായിരിക്കും MBBS മെഡിക്കൽ കോളേജ് എന്നൊക്കെ. പക്ഷേ ആ ഒരു 2 വർഷത്തെ കഷ്ടപ്പാട് ചെയ്യാൻ മടിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പാടൊക്കെ ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഞാൻ ഇതുവരെ കേട്ടതൊക്കെ നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് ഒന്നും കിട്ടാത്തവരുടെ കഥയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ, അപ്പം എന്നേക്കാളും പഠിക്കുന്നവരാണ് അവർ, അപ്പം അവർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടുമോ, അങ്ങനെയുള്ള ഒക്കെയുള്ള ഭയങ്കര സെൽഫ് ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും. സ്വന്തം സെൽഫിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു സെൽഫ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് യെസ് ഐ ക്യാൻ ഡു ദിസ്, ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, ഞാൻ ശരിയായ ഡിസിഷൻസ് ശരിയായ സമയങ്ങളിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സ്വപ്നത്തിന് ചേസ് ചെയ്യുകയാണെങ്കിൽ, അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള ഒരു ഡോക്ടർ ആവുക, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുക എന്നുള്ളൊരു സ്വപ്നം 2 വർഷം കഴിഞ്ഞ് നടന്നാൽ, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നടന്നാൽ, ഇപ്പം നിങ്ങളത് വേണ്ട, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പോഴേ ഈവൻ ട്രൈ ചെയ്ത് പോലും നോക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ അടുത്ത് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹമല്ലേ. നിങ്ങളെ കൊണ്ട് പറ്റുമായിരുന്നിട്ടും ആ +2 കഴിഞ്ഞിട്ടുള്ള കുറേ സെൽഫ് ഡൗട്ട്സ് കാരണം അതിപ്പോഴേ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റിയ പണിയല്ല അത് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് തന്നെ ചെയ്യുന്ന മോശമല്ലേ മക്കളെ. ഞാൻ അന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അതായത് അച്ഛന് കുറേ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ ഞാനും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോയി, നല്ല ചിലവാകും എന്നറിയാം. പിന്നെ 1 വർഷമാണ് പോവുക, ആ 1 വർഷം കൊണ്ട് വേറെ എന്തെങ്കിലും കോഴ്സിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് നമ്മളിപ്പോൾ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 വർഷം മേളിലെത്തേണ്ടായിരുന്നല്ലേ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കെന്തോ യെസ് ഇതാണ് എൻ്റെ വഴി, എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ, എനിക്ക് ഡോക്ടർ ആയേ മതിയാവുള്ളൂ എന്ന് ഞാനൊരു ഫൈനൽ ഡിസിഷൻ അങ്ങ് എടുത്തു. അന്ന് ഞാൻ അങ്ങനെ എടുത്തില്ലായിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ ഈ ഒരു ടെൻഷനും സെൽഫ് ഡൗട്ട്സൊക്കെ കാരണം ഏതെങ്കിലും ഒരു സാധാരണ കോളേജിൽ ഡിഗ്രി കോഴ്സ് എങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ലൈഫിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ലൈഫിൽ അത്രയും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെനിക്ക് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതേ ഒരു ഫേസിലൂടെ ഒരു കാലത്ത് കടന്നുപോയി, പിന്നെ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു, ഫൈനലി അത് ക്രാക്ക് ചെയ്തു. ആൻഡ് നൗ MBBS പഠിക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ഇപ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഗിവപ്പ് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ ഗിവപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എനിക്ക് പറ്റുന്ന കാര്യമല്ല. എന്നേക്കാളും പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർക്കൊക്കെ കിട്ടുള്ളൂ എന്ന് കരുതി ഇങ്ങനെ വേറെ ആൾക്കാർക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ
ഞാൻ ഡെഫിനറ്റ്ലി പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവും, അന്ന് ഞാൻ അത് ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു, അന്നൊന്ന് പഠിച്ച് നോക്കിയാൽ മതിയായിരുന്നു. മേ ബി കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് പഠിച്ചാൽ നിങ്ങളെ കൊണ്ടും കഴിയുന്ന കാര്യമായിരിക്കും നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്ത കാര്യം, അഥവാ നീറ്റ് ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകണം എന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഞാൻ എങ്ങനെ ഡിസൈഡ് ചെയ്യും, അങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. അപ്പം എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം കൊയിലാണ്ടി ഡോക്ടർ JP's ക്ലാസ്സസിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അതായത് ഇവിടെ വരുന്ന റിപ്പീറ്റേഴ്സിനെയും അതുപോലെ തന്നെ ക്രാഷിനുള്ള കുട്ടികളുടെയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളിനൊക്കെ മെൻറ്റർ ചെയ്യുന്ന, അവർക്ക് ഗൈഡൻസും സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ കൊടുക്കുന്ന ആളാണ് ഞാൻ. എന്നെ പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെയുള്ള കുറേ ആൾക്കാർ, അതായത് ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികളിനെ മെൻറ്റർ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, ഒരു 300-400 റേഞ്ചിലുള്ള കുട്ടികളെ ഇവിടെ ടോട്ടൽ റിപ്പീറ്റ് ചെയ്യാൻ പഠിക്കുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഒരു 20ഓളം മെൻറ്റേഴ്സ് തന്നെ ഇവിടെ ഉണ്ട്. അവരിനെ ഓരോരുത്തരെയും പേഴ്സണലി വിളിച്ച് അവരുടെ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാനും അവർക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ ആ കുട്ടികൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ മെൻറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ഡയറക്ടർ തന്നെ നിങ്ങൾക്ക് JP's പഠിച്ച കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും, ഓരോ കുട്ടീൻ്റെ അടുത്തും പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു ഡയറക്ടറാണ് ഇവിടെ ഉള്ളത്. അവർക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ മെൻ്റൽ സപ്പോർട്ടും ഇൻഡിവിജ്വൽ കെയറും കൊടുക്കണ ഒരു ഹോൾ ടീമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കും. ഞങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെ മെൻറ്റർ ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ തരാനും. സോ ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ് കോഴിക്കോടിലെ കൊയിലാണ്ടിയിലുള്ള ഡോക്ടർ JP's ക്ലാസ്സസിലോട്ട്. കൊയിലാണ്ടി കൂടാതെ ഇപ്പം കാസർഗോഡും അതുപോലെ തന്നെ കാഞ്ഞങ്ങാടും ബാലുശ്ശേരിയിലും നമ്മുടെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമുക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും ഇൻഡിവിജ്വൽ കെയറും തന്നുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. ഇവിടുത്തെ ഹോൾ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വളരെ കുറച്ച് കുട്ടികളെ ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ടേ ഉള്ളൂ നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട്. പക്ഷേ ഈ 3 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ പഠിക്കണ കുട്ടികളിൽ ഏകദേശം പകുതി കുട്ടികളും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് വാങ്ങിയൊരു ചരിത്രമുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വിജയ ശതമാനം എന്ന് പറയുന്നത് അവിടെ ടോട്ടൽ അവിടെ പഠിച്ചതിൽ എത്ര കുട്ടികൾക്ക് MBBS സീറ്റ് കിട്ടി ബൈ അവിടെ ടോട്ടൽ എത്ര കുട്ടികൾ പഠിച്ചു എന്നുള്ളതാണ് വിജയ ശതമാനം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വിജയ ശതമാനത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വിശ്വസിച്ച് പോകുന്നോളൂ. ഞങ്ങൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് നേടുന്നത് വരെ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ, ഒപ്പം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ സമയം കളയേണ്ട, നേരെ ഇങ്ങോട്ടേക്ക് പോരും.